exact differential equation. First order differential equation like at the category of differential equations are exact differential equation. Definition നോക്കാം. A differential equation is said to be exact if it can be derived from its primitive directly by differentiation without any subsequent multiplication, elimination, etc. ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ എക്സാക്റ്റ് ആണെന്ന് പറയണമെങ്കിൽ നമുക്ക് അതിൻ്റെ സൊല്യൂഷനെ ഒരു വട്ടം ഡെറിവേറ്റീവ് ചെയ്താൽ തന്നെ നമുക്ക് ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻ കിട്ടണം. അതിൽ എക്സ്ട്രാ ഒരു മൾട്ടിപ്ലിക്കേഷനോ എലിമിനേഷനോ ഒന്നും ചെയ്യാതെ തന്നെ ആ നമ്മളെ സൊല്യൂഷനെ ഡയറക്റ്റായിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻ കിട്ടണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ എക്സാക്റ്റ് ആണെന്ന് പറയാം. നമുക്ക് എം ഓഫ് എക്സ് വൈ, ഇവിടെ എം ഓഫ് എക്സ് വൈ പ്ലസ് എൻ ഓഫ് എക്സ് വൈ വൈ ഡാഷ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ എടുത്തു. ഈ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഈസ് സെറ്റ് ടു ബി എക്സാക്റ്റ് ഇഫ് there exists a function psi of xy such that m of xy plus n of xy y dash equal to d by dx of psi of xy. അതായത് നമുക്ക് ഈ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ എക്സാക്റ്റ് ആവണമെന്ന് പറയണമെങ്കിൽ നമുക്ക് എന്ത് വേണം? നമുക്കൊരു ഫംഗ്ഷനെ കണ്ടുപിടിക്കാൻ പറ്റണം psi of xy എന്ന് പറഞ്ഞിട്ട് ആ psi of xyനെ d by dx അതായത് ഡെറിവേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ കിട്ടണം. ഇങ്ങനെ ഒരു ഫംഗ്ഷൻ കണ്ടുപിടിക്കാൻ പറ്റിയാൽ മാത്രമേ ആ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷനെ എക്സാക്റ്റ് ആണെന്ന് പറയുള്ളൂ. ഇനി നമുക്ക് ഈ ഒരു രണ്ടെണ്ണം കൂടെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നോക്കാം. ഇവിടുന്ന് ഈ ഒരു രണ്ട് ഇക്വേഷൻ നമുക്ക് എന്ത് എഴുതാം? d by dx ഓഫ് psi of xy ഈക്വൽ ടു 0 എന്ന് എഴുതാം അല്ലേ? കാരണം തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇതിനോട് ഈക്വൽ ആണെന്നാണ് പറഞ്ഞത്. അത് ഈക്വൽ ടു 0 ആണല്ലോ. അപ്പോൾ നമുക്കിതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ ഇനി ഒന്ന് ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ മതി അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? psi of xy ഈക്വൽ ടു c എന്ന് കിട്ടും. ഓക്കെ, ഇതായിരിക്കും സൊല്യൂഷൻ എന്ന് പറയുന്നത്. അതായത് നമുക്ക് പറയാം, ഒരു കാര്യം കൂടി ഇതിൽ നിന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി we know that d by dx of psi of xy equal to dou psi by dou x plus അതുപോലെ dou psi by dou y into dy by dx എന്ന് എഴുതാമല്ലോ. സോ നമുക്ക് തന്നിരിക്കുന്ന ഈ ഡിഫറൻഷ്യൽ ഇക്വേഷനുമായിട്ട് ഇതൊന്ന് കമ്പയർ ചെയ്യാം. ഫസ്റ്റ് ഇക്വേഷനായിട്ട് നമുക്ക് ഈ ഇക്വേഷൻ ഒന്ന് കമ്പയർ ചെയ്യാം. സോ ഇവിടുന്ന് ഡോ സൈ ബൈ ഡോ എക്സ് ഈക്വൽ ടു എം ഓഫ് എക്സ് വൈ എന്ന് കിട്ടും. അതുപോലെ തന്നെ ഡോ സൈ ബൈ ഡോ വൈ ഈക്വൽ ടു എൻ ഓഫ് എക്സ് വൈ എന്ന് കിട്ടും. അപ്പോൾ നമുക്കതും കൂടെ എഴുതാം. ദാറ്റ് ഈസ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നത് ഡോ സൈ ബൈ ഡോ എക്സ് ഈക്വൽ ടു എം ഓഫ് എക്സ് വൈ, ഡോ സൈ ബൈ ഡോ വൈ ഈക്വൽ ടു എൻ ഓഫ് എക്സ് വൈ. ഇങ്ങനെ രണ്ട് ഫങ്ഷൻസ് കിട്ടുമല്ലോ. ഓക്കെ, ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ എക്സാക്റ്റ് ആവാൻ ഉള്ള ഒരു സിസ്റ്റമാറ്റിക് വേ എന്ന് പറയുന്നത് നമുക്ക് തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ എക്സാക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ നമുക്ക് ഒരു ഫംഗ്ഷൻ psi of xy കണ്ടുപിടിക്കണം. ആ psi of xy ഈ രണ്ട് ഇക്വേഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുകയും വേണം. ഇങ്ങനെയുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻസിനെയാണ് നമ്മൾ എന്ത് പറയണത്? ഇങ്ങനെയുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്, അതായത് നമ്മളിപ്പോൾ പറഞ്ഞ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഈ ഒരു ടൈപ്പാണ്, എം ഓഫ് എക്സ് വൈ പ്ലസ് എൻ ഓഫ് എക്സ് വൈ വൈ ഡാഷ് ഈക്വൽ ടു 0 എന്നല്ലേ? ഈ ഇക്വേഷൻ നമുക്ക് ഒരു രീതിയിലും കൂടെ മാറ്റി എഴുതാം. എങ്ങനെ എഴുതാൻ പറ്റാം? എം ഓഫ് എക്സ് വൈ ഡി എക്സ് പ്ലസ് എൻ ഓഫ് എക്സ് വൈ ഡി വൈ ഈക്വൽ ടു 0 എന്നും കൂടെ എഴുതാം. ഓക്കെ, ഇങ്ങനെ ഒരു ഇക്വേഷൻ എക്സാക്റ്റ് ആവണമെന്ന് പറയണമെങ്കിൽ ഇഫ് ദർ എക്സിസ്റ്റ് എ ഫംഗ്ഷൻ psi of xy such that m of xy dx plus n of xy dy equal to d by dx of psi of x എന്ന് കണ്ടുപിടിച്ചാൽ മതി. psi of xy എന്ന് കണ്ടുപിടിച്ചാൽ മതി. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. y dx plus x dy ഈക്വൽ ടു 0. അപ്പോൾ ഇത് എക്സാക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു psi എന്ന് പറയുന്ന ഫംഗ്ഷൻ കണ്ടുപിടിക്കണം അല്ലേ? അപ്പോൾ നോക്കാം, y dx plus x dy ക്യാൻ ബി റിട്ടൺ ആസ് ഡെറിവേറ്റീവ് ഓഫ് എക്സ് വൈ എന്ന് എഴുതാം അല്ലേ? അതായത് ഡെറിവേറ്റീവ് എക്സ് വൈൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചാലല്ലേ ഇത് കിട്ടുക. അതായത് എക്സ് വൈ എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റി, അതിൻ്റെ ഡെറിവേറ്റീവാണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. സോ ദ ഗിവൺ ഇക്വേഷൻ ഈസ് എക്സാക്റ്റ്. ഇവിടെ നമുക്ക് ഇതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഡി ഓഫ് എക്സ് വൈ
ഡി ഓഫ് എക്സ് വൈ ഈക്വൽ ടു 0 എന്നാണ് നമ്മളുടെ ഫംഗ്ഷൻ. ഡി ഓഫ് എക്സ് വൈ ഈക്വൽ ടു 0 എന്നാണ് നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയത്. സോ നമ്മുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത് എക്സ് വൈ ഈക്വൽ ടു സി ആയിരിക്കും. ഓക്കെ, അതായത് നിങ്ങൾ നോക്കുക, ഈ എക്സ് വൈ എന്ന് പറയുന്ന ഈ എക്സ് വൈ ഈക്വൽ ടു സി എന്ന് പറയുന്നതാണ് പ്രിമിറ്റീവ്. ഈ പ്രിമിറ്റീവിൽ നിന്നും നമ്മൾ എന്ത് ചെയ്താൽ മതി, ഡയറക്റ്റ് ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ തന്നെ നമുക്ക് ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ കിട്ടും. അങ്ങനെ എഴുതുന്ന ഇക്വേഷൻസിനെയാണ് നമ്മൾ എക്സാക്റ്റ് ഇക്വേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി വേറൊരു എക്സാമ്പിൾ പറയാം. ഇവിടെ നമുക്ക് ഈ ഒരു ഫോമുല എഴുതാനാണ് ഈസി, അതുകൊണ്ടാണ് 1/y dx മൈനസ് എക്സ് ബൈ വൈ സ്ക്വയർ ഡി വൈ ഈക്വൽ ടു 0. ഈ ഇക്വേഷനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇത് എന്തിൻ്റെ ഡെറിവേറ്റീവ് ആണെന്ന് കണ്ടുപിടിച്ചാൽ പോരെ. 1/y dx മൈനസ് എക്സ് ബൈ വൈ സ്ക്വയർ ഡി വൈ ഈക്വൽ ടു ഡെറിവേറ്റീവ് ഓഫ് എക്സ് ബൈ വൈ. എക്സ് ബൈ വൈ എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്കിത് കിട്ടുക. അതായത് നമുക്കിതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്ത് കിട്ടും, എക്സ് ബൈ വൈ ഈക്വൽ ടു സി എന്ന് കിട്ടും. അപ്പോൾ ഈ ഒരു പ്രിമിറ്റീവിൻ്റെ ഡയറക്റ്റ് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ കിട്ടും. സോ തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്താണ്, എക്സാക്റ്റ് ആണ്. ഓക്കെ, എക്സാമ്പിൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമുക്കെപ്പോഴും എന്ത് ചെയ്യാൻ പറ്റില്ല, ഇങ്ങനൊരു ഇൻസ്പെക്ഷനിലൂടെ ഇങ്ങനെയാണ് ഫങ്ഷൻസ് എന്നൊന്നും പറയാൻ പറ്റില്ല. സോ എക്സാക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വേറെ എന്തെങ്കിലും മെത്തേഡ് ഫോളോ ചെയ്തേ മതിയാവും. കാരണം എപ്പോഴും നമുക്ക് ഇങ്ങനെ ഒരു ഇൻസ്പെക്ഷനിലൂടെ നമുക്ക് ഇതാണ് ഫംഗ്ഷൻ ഇങ്ങനെ ആയിരിക്കും എന്ന് പറയുന്ന റിസ്ക് ആണ്. കാരണം എല്ലാ ഡിഫറൻഷ്യൽ ഇക്വേഷനും ഇങ്ങനെ സിമ്പിളായിട്ട് കണ്ടുപിടിക്കാൻ പറ്റണമെന്നില്ല. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് എക്സാക്റ്റ് ഡിഫറൻഷ്യൽ തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ എക്സാക്റ്റ് ആണോ എന്ന് തിരിച്ചറിയാൻ ഒരു നെസസറി ആൻഡ് സഫിഷ്യൻറ്റ് കണ്ടീഷൻ തന്നിട്ടുണ്ട്. അതെന്താ നോക്കാം. അത് വെച്ചിട്ട് നമുക്ക് നെസസറി ആൻഡ് സഫിഷ്യൻറ്റ് കണ്ടീഷൻ വെച്ചിട്ട് നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ എക്സാക്റ്റ് ആണോ എന്ന് പറയാം. അത് എക്സാക്റ്റ് ആണെങ്കിൽ എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ, അതൊരു തിയറമായിട്ടാണ് പറയുന്നത്. ഓക്കെ, നമ്മൾ പറഞ്ഞു ഒരു എക്സാക്റ്റ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഒരു നെസസറി ആൻഡ് സഫിഷ്യൻറ്റ് കണ്ടീഷനാണ് ഈ പറയുന്നത്. തിയറം വായിക്കാം. ലെറ്റ് ദ ഫംഗ്ഷൻ എം എൻ എം വൈ ആൻഡ് എൻ എക്സ് ബി കണ്ടിന്യൂസ് ഇൻ ദ റെക്ടാങ്കുലർ റീജിയൻ ആർ ആൽഫ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ബീറ്റ ആൻഡ് ഗാമ ലെസ് ദാൻ വൈ ലെസ് ദാൻ ഡെൽറ്റ. Then the differential equation m of xy plus n of xy y dash equal to 0 is an exact differential equation in R if and only if m y xy equal to nx xy at each point of R. That is, there exists a function psi satisfying psi x of xy equal to m of xy and psi y of xy equal to n of xy if and only if m and n satisfy my of xy equal to nx of xy. ഒന്നുമില്ല, സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. അതായത് നമുക്ക് തന്നിരിക്കുന്ന ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ എക്സാക്റ്റ് ആവാനുള്ള നെസസറി ആൻഡ് സഫിഷ്യൻറ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈ, പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് എം വിത്ത് റെസ്പെക്ട് ടു വൈ ഈക്വൽ ടു പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് എൻ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആവണം. ഓക്കെ, ഇങ്ങനെയാണെങ്കിൽ തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ എക്സാക്റ്റും കൂടെയാണ്. അതാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഇനി എക്സാക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എമ്മും എന്നും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയാൽ എമ്മിൻ്റെ വിത്ത് റെസ്പെക്ട് ടു വൈയും എന്നെ വിത്ത് റെസ്പെക്ട് ടു എക്സും കൂടി ഡിഫറൻഷ്യേറ്റ് ചെയ്ത് നോക്കിയിട്ട് അത് ഈക്വൽ ആണോ എന്ന് മാത്രം നോക്കിയാൽ മതി. അങ്ങനെയാണെങ്കിൽ ഇത് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എക്സാക്റ്റ് ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, അതിൻ്റെ ഒരു ഇൻ അതർ വേർഡ്സ് വി ക്യാൻ സേ ദർ എക്സിസ്റ്റ് എ ഫംഗ്ഷൻ സൈ. അതായത് നമുക്കൊരു സൈ എന്ന് പറയുന്ന ഫംഗ്ഷനെ കണ്ടുപിടിക്കാൻ പറ്റണം സച്ച് ദാറ്റ് ആ സൈയുടെ ഫസ്റ്റ് പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്ന് പറയുന്നത് എമ്മും പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈ എന്ന് പറയുന്ന എന്നും ആയിരിക്കണം. ഇതാണ് എക്സാക്റ്റിൻ്റെ കണ്ടീഷൻ. ഇങ്ങനെ ഒരു ഫംഗ്ഷൻ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഇഫ് ആൻഡ് ഓൺലി ഇഫ് എമ്മും എന്നും എന്തായിരിക്കും എക്സാക്റ്റ് ആവാനുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും എന്നർത്ഥം. ഓക്കെ, അപ്പോൾ നമുക്കിതിൻ്റെ പ്രൂഫ് നോക്കാം. പ്രൂഫ് കുറച്ച് ലെങ്തിയാണ്, പക്ഷെ ചോദിക്കാറുണ്ട് എക്സാമിന്, സോ പഠിച്ചു വെക്കാം. പ്രൂഫ് ഓക്കെ, ഞാനൊന്ന് സിമ്പിളായിട്ടാണ് പറയുന്നത്. അതായത് അധികം ഡിസ്ക്രിപ്ഷൻ ഇല്ലാതെ പറയാം, വീഡിയോൻ്റെ ലെങ്ത്ത് കൂടണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ളത് നമുക്ക് ആദ്യം കൺസിഡർ ചെയ്യേണ്ടത് അസ്യൂം ദാറ്റ് എം എൻ എം എക്സ് ആൻഡ് എൻ വൈ ആർ കണ്ടിന്യൂസ് ആണെന്ന് അസ്യൂം ചെയ്യുക ഇൻ ദി ഗിവൺ റെക്ടാങ്കുലർ റീജിയൻ. ഓക്കെ, ഇനി നമുക്ക് തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്താണ്, എം ഓഫ് എക്സ് വൈ m of xy plus n of xy y dash equal to 0. ഇതൊരു എക്സാക്റ്റ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണെന്ന് തന്നിട്ടുണ്ട്. ഈസ് എക്സാക്റ്റ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണെന്നാണ് തന്നിട്ടുള്ളത്. അതായത് ഇത് എക്സാക്റ്റ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. നമ്മുടെ ക്ലെയിം എന്താണ്,
എം വൈ ഈക്വൽ ടു എൻ എക്സ് എന്ന് പ്രൂവ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇത് എക്സാക്റ്റ് ആണെങ്കിൽ നമുക്ക് പറയാം ബൈ ഡെഫിനിഷൻ there exists a function psi of xy such that m of xy plus n of xy y dash equal to d by dx of psi of xy എന്ന് പറയാം അല്ലേ? ഇങ്ങനെ പറയാലോ. എക്സാക്റ്റ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഡെഫിനേഷൻ അനുസരിച്ച് നമുക്കിങ്ങനെ പറയാൻ പറ്റും. സോ ഇവിടുന്ന് നമുക്കിത് കമ്പയർ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഡി ബൈ ഡി എക്സ് ഓഫ് സൈ ഓഫ് എക്സ് വൈ നോക്കാം. എന്താ വരിക? ഡി ബൈ ഡി എക്സ് ഓഫ് സൈ ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് സൈ വിത്ത് റെസ്പെക്ട് ടു എക്സ് എക്സ് വൈ പ്ലസ്, അല്ലെങ്കിൽ ഡി ബൈ ഡി എക്സ് എന്ന് എഴുതിയാൽ മതി, സൈ വിത്ത് റെസ്പെക്ട് ടു വൈ എക്സ് വൈ വൈ ഡാഷ് എന്ന് കിട്ടും. തൊട്ട് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് തന്നെയാണ്. സോ ഇവിടെ നമുക്ക് ഈ ഒരു ഇക്വേഷൻ നമുക്ക് 1 എന്ന് കൊടുക്കാം. ഈ ഒരു ഇക്വേഷൻ നമുക്ക് 2 എന്ന് കൊടുക്കാം. ഇനി ഇത് രണ്ടും കൂടെ ഒന്ന് കമ്പയർ ചെയ്തേ. അപ്പോൾ നമുക്ക് സൈ അറ്റ് എക്സ് വൈ എന്ന് പറയുന്ന എമ്മും സൈ വൈ അറ്റ് എക്സ് വൈ എന്ന് പറയുന്നത് എൻ എന്ന് കിട്ടില്ലേ? നമുക്ക് എഴുതാം ഫ്രം 1 and 2 we get കമ്പയർ ചെയ്യാം. അപ്പോൾ നമുക്ക് സൈ വിത്ത് റെസ്പെക്ട് ടു എക്സ്, അതായത് സൈ എക്സ് അറ്റ് എക്സ് വൈ ഈക്വൽ ടു എം ഓഫ് എക്സ് വൈ ആൻഡ് സൈ വൈ അറ്റ് എക്സ് വൈ ഈക്വൽ ടു എൻ ഓഫ് എക്സ് വൈ എന്ന് കിട്ടും. ഓക്കെ, ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പാർട്ട് ഈസിയാണ്. കോൺവേഴ്സ് പാർട്ടിലാണ് കുറച്ചുകൂടി ഉള്ളത്. ഇനി നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? എം വൈ ഈക്വൽ ടു എൻ എക്സ് എന്ന് പ്രൂവ് ചെയ്യണം അല്ലേ? അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുക? ഈ സൈ എക്സിനെ നമ്മൾ എന്ത് ചെയ്യാം? വിത്ത് റെസ്പെക്ട് ടു വൈയിൽ ഒന്നുകൂടെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ സൈ വൈനെ വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഒന്നുകൂടെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിനെ നമുക്ക് വിത്ത് റെസ്പെക്ട് ടു വൈയിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? സൈ എക്സ് വൈ അല്ലേ? അറ്റ് എക്സ് വൈ ഈക്വൽ ടു ത്രൂ ഔട്ടാണ് ചെയ്യണത്. സോ ഇത് പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈ ആവും, എക്സ് വൈ. അതുപോലെ തന്നെ ഇതിനെ നമ്മൾ എന്ത് ചെയ്യുക? വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? സൈ വൈ എക്സ് അറ്റ് എക്സ് വൈ ഈക്വൽ ടു എൻ എക്സ് അറ്റ് എക്സ് വൈ എന്ന് കിട്ടും. ഇനി നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ സൈ എക്സ് വൈ എന്ന് പറയുന്ന പാർഷ്യൽ ഡെറിവേറ്റീവ്, സൈ വൈ എക്സ് എന്ന് പറയുന്ന പാർഷ്യൽ ഡെറിവേറ്റീവ് നമ്മൾ ആദ്യമേ പറഞ്ഞു, നമ്മൾ എടുത്തിരിക്കുന്ന എല്ലാ പാർഷ്യൽ ഡെറിവേറ്റീവ്സും കണ്ടിന്യൂസ് ആണെന്ന് പറഞ്ഞല്ലേ? അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഈ എമ്മും, അതായത് ഈ എമ്മും എന്നും കണ്ടിന്യൂസ് ആണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. എമ്മും എന്നും കണ്ടിന്യൂസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ സൈ എക്സും സൈ വൈയും എന്തായിരിക്കും? കണ്ടിന്യൂസ് ആയിരിക്കും. സോ കണ്ടിന്യൂസ് ആണെങ്കിൽ നമുക്ക് പറയാം ഈ ഒരു സൈ വിത്ത് റെസ്പെക്ട് ടു വൈ, അതായത് ഇതിൻ്റെ മീനിങ് ഇതാണ്, ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് ഡോ വൈ. അതുപോലെ തന്നെ ഇതിൻ്റെ മീനിങ് ഇത്, ഡോ സ്ക്വയർ സൈ ബൈ ഡോ വൈ ഡോ എക്സ്. ഈ സൈ എന്ന് പറയുന്ന ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെങ്കിലുണ്ടല്ലോ, ഇത് രണ്ടിൻ്റെ ഈ ഒരു സെക്കൻഡ് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഇത് രണ്ടും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. സോ നമുക്ക് പറയാം സിൻസ് എം വൈ ആൻഡ് എൻ എക്സ് ആർ കണ്ടിന്യൂസ് സൈ എക്സ് വൈ ഈക്വൽ ടു സൈ വൈ എക്സ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആർ എച്ച് എസ് ഈക്വൽ ആയിരിക്കും അല്ലേ? വിച്ച് ഇംപ്ലൈസ് എം വൈ എക്സ് വൈ ഈക്വൽ ടു എൻ എക്സ് എക്സ് വൈ. സോ നമ്മളൊരു പാർട്ട് പ്രൂവ് ചെയ്തു. ഇനി അടുത്ത പാർട്ട് നോക്കാം. ഓക്കെ, നമുക്ക് തിരിച്ചെന്താ പ്രൂവ് ചെയ്യേണ്ടത്? കോൺവേഴ്സ്ലി assume m n my nx are continuous in the given rectangular region. ഞാനത് ഡയറക്റ്റായിട്ട് എഴുതുന്നില്ല, നിങ്ങൾ കൂട്ടിച്ചേർക്കണം കേട്ടോ. ആൻഡ് സാറ്റിസ്ഫൈ, അതുപോലെ തന്നെ ആൻഡ് സാറ്റിസ്ഫൈ എം വൈ അറ്റ് എക്സ് വൈ ഈക്വൽ ടു എൻ എക്സ് അറ്റ് എക്സ് വൈ അല്ലേ? നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? ക്ലെയിം എന്താണ് നമ്മളുടെ? ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എം ഓഫ് എക്സ് വൈ പ്ലസ് എൻ ഓഫ് എക്സ് വൈ വൈ ഡാഷ് ഈക്വൽ ടു 0 ആണ്. ഈക്വൽ ടു 0 ഈസ് ആൻ എക്സാക്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പ്രൂവ് ചെയ്യണം. എക്സാക്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണെന്ന് പ്രൂവ് ചെയ്യണം. ഇതാണ് നമ്മളുടെ ക്ലെയിം.
ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ടു പ്രൂവ് ദെയർ എക്സിസ്റ്റ് എ ഫംഗ്ഷൻ സൈ ഓഫ് എക്സ് വൈ സച്ച് ദാറ്റ് സൈ എക്സ് അറ്റ് എക്സ് വൈ ഈക്വൽ ടു എം ആൻഡ് സൈ വൈ അറ്റ് എക്സ് വൈ ഈക്വൽ ടു എൻ. അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്ന സൈ എന്ന് പറയുന്നൊരു ഫംഗ്ഷനെ നമ്മൾ കണ്ടുപിടിക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഈ ഒരു കണ്ടീഷൻ ചൂസ് ചെയ്യുകയാണ്. അതായത് എം ഓഫ് എക്സ് വൈ എന്ന് പറയുന്ന ഫംഗ്ഷൻ ഒരു ഫംഗ്ഷൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് ആയിട്ട് ഞാൻ ആദ്യമേ ചൂസ് ചെയ്യുകയാണ്. എന്നിട്ട് ഈ ഫംഗ്ഷനെ ഞാൻ ഇൻ്റഗ്രേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്തു. അപ്പോൾ ഇവിടുത്തെ ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സിനെ ഞാൻ ഇൻ്റഗ്രേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യുമ്പോൾ എനിക്ക് സൈ ഓഫ് എക്സ് വൈ തന്നെ കിട്ടും. വിച്ച് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓഫ് എം ഓഫ് എക്സ് വൈ ഡി എക്സ് പ്ലസ് എ കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ. നമ്മൾ ഒരു 2 വേരിയബിൾ ഫംഗ്ഷനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പം വിത്ത് റെസ്പെക്ട് ടു എ വേരിയബിൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പം നമുക്ക് എന്ത് പറയാം, അതിൻ്റെ കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നത് അനദർ വേരിയബിളിലുള്ള ഒരു ഫംഗ്ഷൻ ആയിരിക്കും കിട്ടുക. ഇനി ഈ ഒരു ഇക്വേഷന് നമുക്ക് പേര് കൊടുക്കാം. എത്രയാണ് പേര് കൊടുക്കേണ്ടത്? 2. സോ നമുക്ക് ഈ ഇക്വേഷനെ 3 എന്ന് കൊടുക്കാം. ഓക്കെ, ഈ ഇക്വേഷനെ നമുക്ക് ഇനി ഈ 3 എന്ന് പറയുന്ന ഇക്വേഷനെ രണ്ട് സൈഡിലും വിത്ത് റെസ്പെക്ട് ടു വൈ കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. കാരണം എനിക്ക് സൈ വൈയുടെ ഇവിടെ ഒരു സൈ വൈ ഇല്ലേ, അതിൻ്റെ ഒരു ടേം ഇതിലോട്ട് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ ഇതിനെ 3നെ ഡിഫറൻഷ്യേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു വൈ, ഡിഫറൻഷ്യേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു വൈ 3, ഡിഫറൻഷ്യേറ്റിംഗ് 3 വിത്ത് റെസ്പെക്ട് ടു വൈ. അപ്പോൾ നമുക്ക് എന്താ കിട്ടാം? സോ സൈ വൈ എക്സ് വൈ ഈക്വൽ ടു ഇവിടെ ഡോ വൈ ഓഫ് ഇൻ്റഗ്രൽ എം ഓഫ് എക്സ് വൈ ഡി എക്സ് പ്ലസ് എച്ച് വൈയുടെ ടേമിലുള്ള ഫംഗ്ഷൻ തന്നെയാണ്. സോ അതിൻ്റെ ഡെറിവേറ്റീവ് വരും എച്ച് ഡാഷ് ഓഫ് വൈ. സോ ഇതിനെ എനിക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് എടുക്കാം. കാരണം ഇത് ഈ ഫംഗ്ഷനെ മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇവിടെ ഡെറിവേറ്റീവ് ഡി എക്സ് ആണ്. സോ എനിക്ക് എന്ത് ചെയ്യും? വിച്ച് ഇസ് ഈക്വൽ ടു എം വൈ എക്സ് വൈ ഡി എക്സ് പ്ലസ് എച്ച് ഡാഷ് ഓഫ് വൈ എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, ഇനി എനിക്ക് സൈ എന്ന് പറയുന്ന ഫംഗ്ഷനാണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ സൈ വൈ എന്താ? നമ്മളുടെ സൈ വൈ എന്ന് പറയുന്നത് എൻ ഓഫ് എക്സ് വൈ ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പോൾ ഞാനവിടെ സൈ വൈക്ക് പകരം എൻ ഓഫ് എക്സ് വൈ എന്ന് കൊടുത്തു. വിച്ച് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എം വൈ ഓഫ് എക്സ് വൈ പ്ലസ് എച്ച് ഡാഷ് ഓഫ് വൈ എന്ന് കിട്ടും. ഇവിടെ നമുക്ക് എച്ച് ഡാഷ് ഓഫ് വൈ സോൾവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് എന്താ വരിക? എച്ച് ഡാഷ് ഓഫ് വൈ ഈക്വൽ ടു എൻ ഓഫ് എക്സ് വൈ മൈനസ് ഇൻ്റഗ്രൽ ഓഫ് എം വൈ ഓഫ് എക്സ് വൈ ഡി എക്സ് എന്ന് വരും. ഓക്കെ, ഈ ഇക്വേഷൻ ഇതിനെ ഞാൻ ഇക്വേഷൻ നമ്പർ 4 എന്ന് എടുത്തു. ഇനി ഈ എച്ച് ഡാഷ് ഓഫ് വൈയിൽ എക്സിൻ്റെ റോൾ എന്താ നോക്കാം. നമുക്ക് എക്സ് എന്ന് പറയുന്ന വേരിയബിളിൻ്റെ റോള് നമുക്കറിയുന്ന ഒരു കാര്യമാണ്. നമ്മളുടെ അസംഷൻ എന്താണ്? എം വൈ ഓഫ് എക്സ് വൈ ഈക്വൽ ടു എൻ എക്സ് ഓഫ് എക്സ് വൈ എന്ന് ആണല്ലോ. ഇനി നമുക്ക് ഇതിൻ്റെ ആർ എച്ച് എസ് എടുത്ത് നമുക്കൊന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ ഡോ ബൈ ഡോ എക്സ് കണ്ടുപിടിച്ച് നോക്കാം. ഡോ ബൈ ഡോ എക്സ് ഓഫ് എൻ ഓഫ് എക്സ് വൈ മൈനസ് ഇൻ്റഗ്രൽ ഓഫ് എം വൈ എക്സ് വൈ ഡി എക്സ് ക്യാൻ ബി റിട്ടൺ ആസ് എൻ എക്സ് ഓഫ് എക്സ് വൈ. പിന്നെ ഇവിടെ നിങ്ങൾ വിത്ത് റെസ്പെക്ട് ടു ഡി എക്സിലാണ്, ഇവിടെയും വിത്ത് റെസ്പെക്ട് ടു ഡി എക്സിലാണ്. സോ ഫംഗ്ഷൻ എന്തായി പോവും? എം വൈ എക്സ് വൈ എന്നായി പോവും. ഇനി നമ്മളുടെ അസംഷൻ അനുസരിച്ച് നമുക്കറിയാം എൻ എക്സ് എം വൈ ഈക്വൽ ആണല്ലേ. സോ വിച്ച് ഈസ് ഈക്വൽ ടു 0. അതായത് ഈ ഒരു ആർ എച്ച് എസിൻ്റെ വിത്ത് റെസ്പെക്ട് ടു എക്സിൽ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡിഫറൻസിയേഷൻ കിട്ടുന്നത് എന്താണ്? 0 ആണ്. അതായത് നമുക്കിവിടെ പറയാൻ പറ്റുന്ന ഒരു കാര്യം, നമ്മളുടെ ഈ ഇക്വേഷൻ, ഈ 4th ഇക്വേഷൻ്റെ ആർ എച്ച് എസ് എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻറ്റ് ഓഫ് എക്സ് ആണ്. വിച്ച് ഇംപ്ലൈസ് ആർ എച്ച് എസ് ഓഫ് 4 ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് എക്സ്. അപ്പം നമുക്ക് പറയാം നമ്മളുടെ ഈ ഫംഗ്ഷൻ എന്ന് പറയുന്നത്, അതായത് എച്ച് ഡാഷ് ഓഫ് വൈ എന്ന് പറയുന്ന ഈ ഫംഗ്ഷൻ, ഈ 4th ഇക്വേഷൻ, ഇത് ഇൻഡിപെൻഡൻറ്റ് ഓഫ് എക്സ് ആണ്. എക്സ് കൊടുത്തു കഴിഞ്ഞാൽ 0 ആണ് കിട്ടുക. സോ അതിൻ്റെ പോസിബിലിറ്റി എന്താ? എച്ച് ഡാഷ് ഓഫ് വൈ എന്ന് പറയുന്നത് വൈയിൽ മാത്രമുള്ള ഫംഗ്ഷൻ ആണെന്നാണ് അർത്ഥം. അപ്പം നമുക്ക് പറയാം, നമുക്ക് ആ ഇക്വേഷനെ വിത്ത് റെസ്പെക്ട് ടു വൈയിൽ മാത്രം, കാരണം എക്സിൻ്റെ ടേംസ് ഇല്ല അതിൽ. അപ്പോൾ നമുക്ക് പറയാം therefore integrating
4 വിത്ത് റെസ്പെക്ട് ടു വൈ, കാരണം എക്സിന് ടേംസ് ഇല്ല. സോ ആ ഫോർത്ത് ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതാണ്, എച്ച് ഡാഷ് ഓഫ് വൈ ഈക്വൽ ടു എൻ ഓഫ് എക്സ് വൈ മൈനസ് എം വൈ എക്സ് വൈ ഡി എക്സ്. അപ്പോൾ ഇവിടെ നിങ്ങൾ വിത്ത് റെസ്പെക്ട് ടു വൈയിൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, എച്ച് ഓഫ് വൈ ആവും. അതുപോലെ തന്നെ ഈ ടേംസ് കംപ്ലീറ്റ് ആയിട്ട് വിത്ത് റെസ്പെക്ട് ടു ഡി വൈയിലാവും. നമുക്ക് എഴുതാം. ഇപ്പോൾ ഇവിടെ വരുന്നത് എച്ച് ഓഫ് വൈ ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓഫ് ഇവിടെ എൻ ഓഫ് എക്സ് വൈ മൈനസ് ഇൻ്റഗ്രൽ ഓഫ് എം വൈ എക്സ് വൈ ഡി എക്സ്. ഇവിടെ നമുക്ക് ഇവിടെ ഒരു ബ്രാക്കറ്റ് കൊടുക്കാം, ഡി വൈ പ്ലസ് എ കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻറ്റഗ്രേഷൻ. ഓക്കെ, വെർ സി ഈസ് ദ കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻറ്റഗ്രേഷൻ. അത് എക്സിൻ്റെ ടേംസിൽ വരില്ല, കാരണം ഈ ഫംഗ്ഷൻ എക്സിൽ ഇൻഡിപെൻഡൻ്റ് ആണ്, വൈയിൽ മാത്രമുള്ള ഫംഗ്ഷനാണ്. സോ നമുക്കിതെന്താവും, ഈ എച്ച് ഓഫ് വൈ നമ്മൾക്ക് ഇനി എന്ത് ചെയ്യാം, നമ്മളുടെ മുമ്പുള്ള ഇക്വേഷൻസിൽ എച്ച് ഓഫ് വൈ എന്തായിരുന്നു, അതായത് നമ്മൾ കൺസിഡർ ചെയ്തപ്പം ഇതാ നമ്മളുടെ തേർഡ് ഇക്വേഷൻ കണ്ടോ. തേർഡ് ഇക്വേഷൻ നമുക്ക് സൈ ആണല്ലോ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ സൈയിൽ സൈ ഓഫ് എക്സ് വൈ ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓഫ് എം ഓഫ് എക്സ് വൈ ഡി എക്സ് പ്ലസ് എച്ച് ഓഫ് വൈ ഉണ്ട്. ഈ എച്ച് ഓഫ് വൈ ആണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത്. അപ്പോൾ ഈ എച്ച് ഓഫ് വൈ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളുടെ സൈ എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ എക്സിസ്റ്റൻസ് കാണാൻ പറ്റും. നമുക്ക് പറയാം സൈ ഓഫ് എക്സ് വൈ ഈക്വൽ ടു, നമ്മൾ ഫംഗ്ഷൻ ഇതായിരുന്നു, എം ഓഫ് എക്സ് വൈ ഡി എക്സ് പ്ലസ് എച്ച് ഓഫ് വൈ എന്നായിരുന്നു. നമ്മളിപ്പോൾ എച്ച് ഓഫ് വൈ കണ്ടുപിടിച്ചു. സോ ഈ ഫംഗ്ഷൻ എന്തായിട്ട് മാറി, ഇൻ്റഗ്രൽ ഓഫ് എം ഓഫ് എക്സ് വൈ ഡി എക്സ് പ്ലസ് ഇൻ്റഗ്രൽ ഓഫ് എൻ ഓഫ് എക്സ് വൈ മൈനസ് ഇൻ്റഗ്രൽ ഓഫ് എം വൈ ഓഫ് എക്സ് വൈ ഡി എക്സ് ഡി വൈ പ്ലസ് എ കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻറ്റഗ്രേഷൻ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ സൈ എന്ന് പറയുന്ന ഫംഗ്ഷൻ. ഇവിടെ നമുക്ക് ഈ ഒരു ഫംഗ്ഷൻ സൈ ഓഫ് എക്സ് വൈ എന്ന് പറയുന്ന ഈ ഫംഗ്ഷൻ എന്താവും, ഇവിടെ നമുക്ക് വേണമെങ്കിൽ എം വൈനെ മാറ്റിയിട്ട് എൻ എക്സ് എന്ന് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, സൈ എക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ്റെ എക്സിസ്റ്റൻസ് കിട്ടി. ഈ ഫംഗ്ഷൻ എന്തായാലും നമ്മളുടെ മുകളിലുള്ള കണ്ടീഷനായ സൈ വൈ ഈക്വൽ ടു എം എന്നും സൈ എക്സ് ഈക്വൽ ടു എൻ എന്നും സാറ്റിസ്ഫൈ ചെയ്യും. അതുകൊണ്ട് നമുക്ക് പറയാം ദി ഗിവൺ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഈസ് എക്സാക്റ്റ്. ഇനി ഒരു കാര്യം കൂടെ പറയാം, ഒരു നോട്ടായിട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് മുകളിൽ പറഞ്ഞിരിക്കുന്ന തിയറത്തിനനുസരിച്ച് നമുക്ക് ചുരുക്കി പറയാം എന്താണെന്നുള്ളത്. അതായത് നമുക്ക് തന്നിട്ടുള്ള ഇക്വേഷൻ ഇതാണ്, എം ഓഫ് എക്സ് വൈ പ്ലസ് എൻ ഓഫ് എക്സ് വൈ വൈ ഡാഷ് ഈക്വൽ ടു 0. ഈ ഇക്വേഷനെ ഞാൻ പറഞ്ഞു മാറ്റി എഴുതാൻ പറ്റും, എം ഡി എക്സ് പ്ലസ് എൻ ഡി വൈ ഈക്വൽ ടു 0 എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇക്വേഷൻ ഈസ് എക്സാക്റ്റ് if and only if my at xy equal to nx at xy എന്ന് പറയാം. അതായത് that is dou m by dou y equal to dou n by dou x, dou n by dou x. ഓക്കെ, പിന്നെ ഇതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്, അതായത് ഇങ്ങനൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ എക്സാക്റ്റ് ആണെങ്കിൽ അതിൻ്റെ സൊല്യൂഷൻ നമുക്ക് ഡയറക്റ്റ് എഴുതാൻ പറ്റും. ആ സൊല്യൂഷൻ എഴുതുന്നതാണ് തൊട്ട് മുകളിൽ പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ഒരു സിംപ്ലസ്റ്റ് വേ പറയാം. സൊല്യൂഷൻ ഈസ് എക്സാക്റ്റ് ആണെങ്കിൽ സൊല്യൂഷൻ ആണ് കേട്ടോ പറയണത്. നമുക്ക് പറയാം ഇൻ്റഗ്രൽ ഓഫ് എം ഡി എക്സ് പ്ലസ് ഇൻ്റഗ്രൽ ഓഫ് terms are in n not involving x, not involving x dy equal to c. ഓക്കെ, അതായത് സൊല്യൂഷൻ എന്ന് പറയുന്നത് നമ്മൾ എക്സാക്റ്റ് ആണെന്ന് പറയണമെങ്കിൽ ഈ ഒരു എക്സാക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു കണ്ടീഷൻ നോക്കുക. എക്സാക്റ്റ് ആണെങ്കിൽ നമുക്ക് അതിൻ്റെ സൊല്യൂഷൻ ഡയറക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റും. സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ ഓഫ് എം ഡി എക്സ് പ്ലസ് ഇൻ്റഗ്രൽ ഓഫ് ടേംസ് ആർ ഇൻ എൻ നോട്ട് ഇൻവോൾവിംഗ് എക്സ് ഡി വൈ ഈക്വൽ ടു സി. ഓക്കെ, പ്രോബ്ലം അടുത്ത വീഡിയോയിൽ ചെയ്യാം. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം.